Hi friends, welcome back to my channel. അപ്പം കഴിഞ്ഞൊരു വീഡിയോ നാച്ചുറൽ സ്കോഡ് ഇട്ടൊരു വീഡിയോയ്ക്കകത്ത് അതിൽ പറയുന്നുണ്ട് ഞാൻ മാളത്തിലേക്ക് കയറി ഒളിച്ച് കുത്തു കൊണ്ടുപോയെന്ന്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. ഇവിടെ ആരും കുത്തു കൊണ്ടിട്ട് മാളത്തിലൊന്നും കയറി ഒളിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ചെയ്തു. കാരണം മിണ്ടാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും നമ്മൾ പറയുന്നതാണ്, നമ്മളെ പറയുന്നതിനകത്ത് ഒരു ശതമാനം പോലും ശരിയില്ലാത്തതുകൊണ്ടാണ് അവർ ആ വഴിക്ക് പോകുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ കരുതണ്ട. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന് വീഡിയോ ചെയ്തത്. അപ്പം ആ ചെയ്ത വീഡിയോക്ക് കുറേ നെഗറ്റീവ് കമന്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നെഗറ്റീവ് കമന്റ് ഇടുന്ന അവന്മാരൊക്കെ പകുതിയും സ്കോഡിന്റെ ഫോളോവേഴ്സ്, പകുതി എന്നല്ല മൊത്തം സ്കോഡിന്റെ നാച്ചുറൽ സ്കോഡിന്റെ ഫോളോവേഴ്സ് തന്നെ, അരുണിന്റെ ഫോളോവേഴ്സ് തന്നെയാണ് കമന്റ് ഇട്ടേക്കുന്നത്. കാരണം നെഗറ്റീവ് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കണ്ടിട്ട് ഞാനങ്ങ് ഓടിപ്പോകുന്നതാണ് വിചാരം. ഈ നെഗറ്റീവ് കമന്റ് ഇപ്പം 1.5 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരാൾക്ക് എങ്ങനെ പോയാലും ഒരു 10,000-20,000 പേരെങ്കിലും അയാളെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്ന ആൾക്കാർ കാണും. പോട്ട് 1,000 പേരെങ്കിലും കാണും. കാരണം ഈ 1.5 ലക്ഷം ഫോളോവേഴ്സ് ഇല്ലെങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന ഒരാൾക്കെങ്കിലും ഞാൻ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാവും. ഒരാൾക്കെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ട് എന്ന് മനസ്സിലാവും. കാരണം ഈ നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ അത് ടൈം എടുക്കും. വെറുതെ പച്ചവെള്ളം ഫുഡ് മാത്രം കഴിച്ച് ബോഡി നാച്ചുറലായിട്ടും ഒരു ബോഡി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതിന് ടൈം എടുക്കുമെങ്കിൽ അതിന് കുറച്ച് ക്ഷമ വേണം. കുറച്ച് ക്ഷമയും അതുപോലെ കുറച്ച് കൺസിസ്റ്റൻസി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫുഡും കൂടെ നല്ലൊരു ഡയറ്റ് പ്ലാനും കൂടെ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്കൊരു 5 അല്ലെങ്കിൽ 10 വർഷം കൊണ്ടിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബോഡി വാർത്തെടുക്കാൻ പറ്റും. ഈ 5 വർഷം വരെയും അല്ലെങ്കിൽ 10 വർഷം വരെയും ആരാണ് ഒരു ബോഡിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്? ഇപ്പം ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് അറിയാം. അവിടെ ജിമ്മിൽ പോയി ഒരു മാസം വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്കറിയാം. അപ്പം അത്യാവശ്യം നല്ല ബോഡിയും നല്ല സൈസൊക്കെ ഉള്ള ഒരാൾ വരുമ്പോഴത്തേക്ക് അവർ സ്വാഭാവികമായിട്ട് നോക്കും, അവരോട് കാര്യങ്ങൾ ചോദിക്കും. അന്നെ ചേട്ടാ അത് ചെയ്യാൻ എന്ത് വേണം, ഇത് ചെയ്യാൻ എന്ത് വേണം, സ്വാഭാവികമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ അവർക്കൊരു ആഗ്രഹം, എനിക്ക് ഇതുപോലൊരു ബോഡി വേണം. ലീനായിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പം നല്ല മസിൽ മാസൊക്കെ ആയിട്ട് വരുന്ന നല്ല അത്യാവശ്യം നല്ല ബോഡിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരെ കാണുമ്പോൾ അവർക്കൊരു ആഗ്രഹമായിരിക്കും അതുപോലൊരു ബോഡി എനിക്കും വേണം. അവരെടുക്കുന്ന വെയിറ്റും അവരടിക്കുന്ന റെപ്സ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ലീനായിട്ടിരിക്കുന്ന ആർക്കും അങ്ങനത്തെ ആഗ്രഹം കാണും, എനിക്ക് അതേപോലെ ഒരു ബോഡി വേണമെന്ന്. അപ്പം ജിമ്മിൽ ചെന്ന് ജോയിൻ ചെയ്ത് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എന്താണ് ജിമ്മെന്നും എന്താണ് ബോഡി എന്നും എങ്ങനെയാണ് ബോഡി ഉണ്ടാക്കേണ്ടതെന്നും ആ ബോഡി എത്ര വർഷം കൊണ്ട് വരും, എങ്ങനെ വരും എന്നെല്ലാം അവർക്ക് അറിയാം. അപ്പം ഈ നാച്ചുറലായിട്ട് ബോഡി ഉണ്ടാക്കാന്ന് ഈ പറയുന്ന ആൾ എന്തുകൊണ്ട് അതിനുള്ള ടിപ്സും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നില്ല? കുറച്ച് പറയുന്നുണ്ട്, കുറച്ച് പുള്ളപ്പ് പാറും, കുറച്ച് വേറെ എന്തോ എന്തൊക്കെ ചെയ്താലേ ബോഡി വരുമെന്ന് പറയാനുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് നടക്കാനാണ് ഭായി? ഇതൊക്കെ എവിടെ നിന്നാണ്? നാച്ചുറൽ സ്കോഡിനെ ഇത് ഫോളോ ചെയ്ത് വെച്ചേക്കുന്ന ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് വീഡിയോ ഇട്ടിട്ട് ഈ വീഡിയോ കണ്ട് ഏതെങ്കിലും അവന് ഒരു ബോഡി സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. പുള്ളി കുറെ മെമ്പർഷിപ്പ് പറയാതെ ഇതൊന്നും പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുന്നതല്ലാതെ വേറെ ഒന്നുമില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നാച്ചുറലായിട്ടൊരു ഫിറ്റ്നസ് ബോഡി സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് ടൈം എടുക്കും. കാരണം ഒരുപാട് ടൈം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ചോദിച്ചു നോക്കും, 2-3 കൊല്ലം വർക്കൗട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ ചോദിച്ചു നോക്കും. എന്നാൽ പിന്നെ എന്തുകൊണ്ട് 2 കൊല്ലം കൺസിസ്റ്റൻസി ആയിട്ട് ഡെയിലി വർക്കൗട്ട് ജിമ്മിൽ പോകുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് അവിടെ ഒരു ബോഡി ഇത് കെട്ടിപ്പടുക്കാൻ പറ്റുന്നില്ല? നല്ലൊരു ബൈസെപ്സ്, നല്ലൊരു ട്രൈസെപ്സ്, നല്ലൊരു ചെസ്റ്റ്, നല്ലൊരു ഷോൾഡർ, എന്തുകൊണ്ട് അവർക്ക് 2 കൊല്ലത്തിൽ കിട്ടുന്നില്ല? 2 കൊല്ലം വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ? അത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഓക്കെ, ഇതൊക്കെ ഞാൻ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇട്ടുകൊണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ജിമ്മിൽ പോയി നല്ലോണം പണിയെടുക്കും, ജിമ്മിൽ പോയി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യും. നല്ല നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ഒരു ഫിറ്റ്നസ് ബോഡിയെങ്കിലും സെറ്റ് ചെയ്യണമെങ്കിൽ അതനുസരിച്ചുള്ള ഹൈ ഡയറ്റ്, ഇപ്പോൾ നല്ല ഫുഡ്, നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് കൊടുത്തെങ്കിൽ മാത്രമേ ഒരു 10 കൊല്ലം കൊണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു അത്യാവശ്യം ഒരു ഫിറ്റ്നസ് ബോഡി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് വേറൊരു കാര്യം. കാരണം ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ മേഖലയാണ്. ഫിറ്റ്നസ് വേറെ, ബോഡി ബിൽഡിങ് വേറെ. ഓക്കെ, ഇപ്പം ഈ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ഒരു കൺസെപ്റ്റ് പോലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം അതാദ്യം മനസ്സിലാവും. കമന്റ് ഇടുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കമന്റ് ഇട്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഈ ജിമ്മിന്റെ പടി പോലും കാണാത്ത ആൾക്കാരാണ് കമന്റ് ഇടുന്നത്. ജിമ്മിൽ പോയി ജോയിൻ ചെയ്ത് നല്ല ആൾക്കാർക്ക്, 1 മാസം വർക്കൗട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എന്താണ് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ 1 മാസം കൊണ്ട്
ഈ ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമോ, 2 വർഷം കൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമോ, ഈ പറയുന്ന നാച്ചുറലായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും, ജിമ്മിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് നെഗറ്റീവ് കമൻസ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് തുടങ്ങുക. ഈ പറയുന്ന പോലെയുള്ള പുള്ളപ്പ് ബാറും അതും ഇതും കൊണ്ടിരിക്കാതെ, ഇപ്പം പറയുന്നുണ്ട് പുള്ളപ്പ് ബാറും അതും കൊണ്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ബോഡി സെറ്റ് ചെയ്തത്. അങ്ങനെ വെറും പുള്ളപ്പ് ബാറ് കൊണ്ടൊന്നും അങ്ങനെ ചെസ്റ്റിനൊക്കെ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അതിനൊക്കെ ഡമ്പലും അതിനൊക്കെ മെഷീൻസും കാര്യങ്ങളും ഇല്ലാതെ എങ്ങനെയാണ് ചെസ്റ്റിന് അരുണിന്റെ ചെസ്റ്റിന് ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പൊക്കെ ജിമ്മിൽ പോയി അടിച്ചിറക്കിയതാണ്. അല്ലാതെ പുള്ളിക്ക് ഈ പറയുന്ന ഒരു ഹ്യൂജ് ആയിട്ടൊരു ബോഡി അല്ല, ബൾക്കായിട്ടൊരു ബോഡി അല്ല. പുള്ളി ചെസ്റ്റ് കാണുമ്പോൾ അറിയാം അതൊക്കെ വർക്കൗട്ട് ചെയ്ത് ഡമ്പലിനകത്തും അതുപോലെ മെഷീൻസിനകത്തും പുഷപ്പ് അടിച്ചും അതുപോലെ അങ്ങനെ ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്തെടുത്തൊരു ചെസ്റ്റാണത്. അല്ലാതെ അങ്ങനെ ഒരു കാരണവശാലും പുള്ളപ്പ് ബാറും മറ്റേ ബാറൊന്നും കൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഒരു ബോഡിയുടെ ഒരു ചെസ്റ്റിന്റെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അത് ആദ്യം മനസ്സിലാക്കുമോ. ഇപ്പൊ ഈ വീഡിയോ ഇട്ടിട്ട് അവൻ അവിടെ പോയി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അവൻ ആവശ്യത്തിന് അവൻ ഫുഡിൽ നിന്നും പ്രോട്ടീൻ ഫുഡും പാലും മുട്ടയും ക്രിയാറ്റിനും എല്ലാം അവൻ എടുത്ത് കഴിക്കുന്നുണ്ട്. നിങ്ങളെ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് മണ്ടന്മാരാക്കുവാണ് അവൻ ചെയ്യുന്നത്, അരുണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കമന്റ് ഇടുന്ന ആൾക്കാരോട് നിങ്ങൾ കമന്റ് ഇടുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ്, നിങ്ങൾക്ക് സപ്ലിമെന്റ്സ് എടുക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ എടുക്കണ്ട. നല്ല പ്രോട്ടീൻ ഫുഡ് കഴിച്ച് നിങ്ങൾ പോയി വർക്കൗട്ട് ചെയ്യും. ജിമ്മിൽ ചെന്ന് വർക്കൗട്ട്. ഇപ്പം അയാൾ പറയുന്നുണ്ട് ജിമ്മ് എനിക്ക് അലർജിയാന്നൊക്കെ പറയുന്നുണ്ട്. ഈ ക്ലാസിക്കിലെ ജിമ്മൊക്കെ വ്യത്യാസം. ക്ലാസിക് ജിമ്മ് കണ്ടിട്ടുണ്ടോ? അപ്പൊ അന്ന് ക്ലാസിക് ജിം എന്ന് വെച്ചാൽ അന്ന് ഇപ്പൊ ഇന്നത്തെ അനുസരിച്ചുള്ള ഡബിൾ മെഷീൻസ് ഒക്കെ അന്നുണ്ടായിരുന്നു. അന്നത്തെ ഒരു ഇത് വെച്ച് നോക്കുവാന്ന് ഇപ്പൊ 70s ജിമ്മ് കണ്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ കയറി നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്തത് 70s ജിമ്മ്. അന്നുള്ള എക്യുപ്മെന്റ്സിന്റെ പകുതി പോലും ഇന്നില്ല, അറിയോ? അന്നത്തെ കാലത്ത് അന്ന് നമ്മൾ കാണാത്ത തരത്തിലുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അന്നേ ഇതൊക്കെ ഉണ്ട്. 60-ലും 70-ലും എല്ലാം ഈ എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഉണ്ട്. അന്ന് ഡമ്പൽ കൊണ്ട് മാത്രമല്ല വർക്കൗട്ട് ചെയ്യുന്നത്. അതാദ്യം മനസ്സിലാക്കിയത്. നിങ്ങൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ജിമ്മിലെ എക്യുപ്മെന്റ്സും അന്നത്തെ ജിമ്മിലെ എല്ലാ മെഷീനറീസും കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഒരു മുമ്പേ ഒരു വീഡിയോക്കകത്ത് പറയുന്നതായിട്ട് ഞാൻ ക്ലാസിക് ജിമ്മ് അങ്ങനെ ഒരു ജിമ്മാണ് ഞാൻ ക്രിയേറ്റ് ഇടാൻ പോയെന്നാണ് പറഞ്ഞത്. അതൊരു ജിമ്മിനെ പറ്റിയിട്ട് എന്തോ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ അതിനകത്ത് പറഞ്ഞ ഓക്കെ. അപ്പം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത്രയും കമന്റ് ഇട്ട ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇനി വീഡിയോയിലോട്ട് പോവാം. ബൾക്കാകാൻ വേണ്ടി ഒരുപാട് ഭക്ഷണം കഴിക്കാമോ? ഈ ബൾക്കാവുന്ന എന്നെ അൺനാച്ചുറൽ ആണോ? ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ. ഓക്കെ, അപ്പം വീഡിയോയില് പുള്ളിയുടെ ആരാധകൻ, പുള്ളിയുടെ ഫോളോവർ, ഒരു സബ്സ്ക്രൈബർ പുള്ളി എടുത്ത് ചോദിക്കുവാണ്. അപ്പം അവന്റെ ജിമ്മിൽ പോയി അവൻ അത്യാവശ്യം സൈസും മാസും ഉള്ള ഒരാളെ കണ്ടിട്ട് കൊതിയായിട്ട് ചിലപ്പോൾ ഒരു കമന്റ് ഇട്ട് ചോദിച്ചായിരിക്കും, എന്നാൽ ബൾക്കാവാൻ ഒരുപാട് ഭക്ഷണം കഴിക്കാവോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ബൾക്കാവുന്നത് തന്നെ അതിന് കൊടുത്ത മറുപടിയാണ് ബൾക്കിംഗ് എന്ന് വെച്ചാൽ അത് ബൾക്കാവുന്നത് തന്നെ അൺനാച്ചുറൽ ആണെന്നാണ് അരുണ് കൊടുത്ത മറുപടി. ബൾക്കിംഗ് എങ്ങനെയാണ് അൺനാച്ചുറൽ ആവുന്നത്? ബൾക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്തൊരു എൻഹാൻസിങ് ഡ്രഗ്സും ഒന്നും ഈ പറഞ്ഞിട്ടുള്ള ഹോർമോണോ കാര്യങ്ങളോ ഒന്നും സ്റ്റിറോയിഡോ ചപ്പോ ഒന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് അത് അൺനാച്ചുറൽ ആവണത്? അത് ബൾക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കൊടുത്ത്, ഇപ്പം പ്രോട്ടീൻ ആയിക്കോട്ടെ, കാർബോഹൈഡ്രേറ്റ് ആയിട്ട് ഹെൽത്തി ഫാറ്റ്, ഇങ്ങനെ വേർതിരിച്ചുള്ള ഫുഡുകൾ ബോഡിക്ക് കൊടുത്താണ് ബൾക്ക് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് അൺനാച്ചുറൽ ആവുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അരുണ് പറയുന്നത് അൺനാച്ചുറൽ ആണെന്ന്. അൺനാച്ചുറൽ എങ്ങനെ ആവുന്നത്? ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കൊടുത്താണ് നമ്മൾ ബൾക്ക് ചെയ്യുന്നത്. ഇപ്പം ജിമ്മിൽ പോകുന്ന സൈസുള്ള ആൾക്കാരെ കാണുമ്പോൾ എല്ലാവരും ആഗ്രഹമാണ് എനിക്ക് ആ ഒരു സൈസ് വേണം, എനിക്ക് ആ ഒരു മാസൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെ ഒരു ആളൊരു ഡൗട്ട് ചോദിക്കുമ്പം അതിന് അങ്ങനെ ഒരു മറുപടി അല്ല കൊടുക്കുക. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് വ്യക്തമായില്ലേ പുള്ളി പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ, കാര്യമുണ്ടോ, പുള്ളി വെറും മണ്ടത്തരമാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ബൾക്കിങ് നമുക്ക് ഫുഡിലൂടെ ചെയ്യാവുന്നൊരു ലീൻ ബൾക്ക് ഇപ്പൊ അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് എടുത്തു കഴിഞ്ഞാൽ വയറൊന്നും ചാടാതെ തന്നെ നമുക്ക് ലീൻ ആയിട്ട് ബൾക്ക് ചെയ്യാം, നല്ല മസിൽ മാസ് കയറ്റാൻ പറ്റും. നല്ല ബൾക്കിംഗ് ഉണ്ട്, ചീത്തയായിട്ടുള്ള ബൾക്കിംഗ് ഉണ്ട്. ഇപ്പൊ ചീത്തയായിട്ടുള്ള ബൾക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുകളൊക്കെ ഒരുപാട് അടിച്ചു കയറ്റുക, ഓവറായിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ കൊടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴത്തേക്കാണ് ഓവറായിട്ട് നമുക്ക് വയറൊക്കെ ചേർന്നത്. ഇപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ബൾക്കിംഗ് ഉണ്ട്. ഇപ്പൊ ജിമ്മിൽ പോയി സൈസ് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ബൾക്കാണ് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഹെൽത്തി ആയിട്ടുള്ള ബൾക്കിങ്ങിനകത്ത് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്, നട്ട്സ്, സീഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹെൽത്തി ഫാറ്റ് അടങ്ങിയ ഫുഡുകൾ, ഇപ്പം
പുറത്തുനിന്നുള്ള ഈ പറഞ്ഞ ഓയിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഓയിലൊക്കെ മാക്സിമം ഷുഗറി ഫുഡ് അതൊക്കെ ഒഴിവാക്കി ഹെൽത്തി ആയിട്ട് ബൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മസിൽ മാസ് കയറുന്നതാണ്. അതുപോലെ വയറ് ചാടാതെ തന്നെ നിങ്ങൾക്ക് ലീൻ ബൾക്കാക്കി നിങ്ങൾക്ക് ബോഡി കൊണ്ടുപോകാവുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ബൾക്കിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് അതിന്റെ ബൾക്കിങ് എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതല്ല വെട്ടി മെഴുകി കഴിക്കണമെന്നല്ല, വെട്ടി മെഴുകി കഴിക്കുന്നതല്ല ബൾക്കിങ്. ലീൻ ബൾക്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക, കാർബോഹൈഡ്രേറ്റ് കൊടുക്കുക, അതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്. ഈ ഫാറ്റാണ് നിങ്ങളെ ഒരുപാട് ഇതിലോട്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് ബൾക്കിങ്ങിലോട്ട് കൊണ്ടുപോകുന്നത്. അത് നമ്മളെ ഫാറ്റിൽ വയറിലൊക്കെ ചെന്ന് ഫാറ്റ് അടിച്ച് നിങ്ങളത് പ്രശ്നമാക്കുന്നത്. അപ്പം ലീൻ ആയിട്ടുള്ള ബൾക്ക് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് വയർ ഒരുപാട് ചാടാതെയും ഇപ്പം ഫാറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് പോകാതെയും പെട്ടെന്ന് ഫുഡുകളൊക്കെ ഡൈജഷൻ ചെയ്യാനും സഹായിക്കുന്നതാണ്. അപ്പം ലീൻ ബൾക്കിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരാൾ ഇത് ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ ബൾക്കിങ് നല്ലതല്ല, ബൾക്കിങ് അൺനാച്ചുറൽ ആണെന്നല്ല പറഞ്ഞു കൊടുക്കുന്നത്. ഇതിനകത്ത് ഒരു എൻഹാൻസിങ്ങും ഡ്രഗ്സും ഉപയോഗിക്കുന്നില്ല, വെറും നാച്ചുറൽ ഫുഡ് മാത്രം കഴിച്ചാണ് ബൾക്ക് ചെയ്യുന്നത്. നമ്മളിപ്പം ബോഡി ബിൽഡിങ്ങിൽ കോമ്പറ്റീഷനിലോട്ട് ഇറങ്ങുന്ന ആൾക്കാർ വരെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കഴിച്ചാണ് ബൾക്കിങ് എന്ന് പറഞ്ഞാൽ. ഇപ്പം അതിനകത്ത് ഒരു 250 റൈസ് എടുത്ത് 3 നേരം അല്ലെങ്കിൽ ഒരു 6 മീൽ കഴിക്കുന്ന റൈസിനകത്ത് എൻഹാൻസിങ് ക്രിയാറ്റിനും അതുപോലെ ചപ്പൻ ചോറും വലിച്ച് അതിനകത്ത് മിക്സ് ചെയ്തല്ല കഴിക്കുന്നത്. അത് നാച്ചുറൽ ഫുഡാണ് കഴിച്ച് ബൾക്ക് ചെയ്യുന്നത്. തട്ടിക്കൊണ്ട് വിട്ടിട്ടൊന്ന് ബൾക്കാവോ? കാരണം ഇപ്പം സായിപ്പിന്റെ ഔദാര്യത്തിൽ ഈ വെട്ടി വിഴുങ്ങിയിട്ടാണല്ലോ ബൾക്കാവണം എന്നൊക്കെ പറയുന്നത്. സായിപ്പിന്റെ ഔദാര്യത്തിലാണെന്ന് നീ ഈ പോയിന്റ് അറിയണം. നീ ഇപ്പം ഇട്ടിരിക്കുന്ന ട്രൗസർ വരെയും സായിപ്പിന്റെ ഔദാര്യമാണ്. നീ ഇട്ടേക്കുന്ന ഈ മൊബൈലും നീ ഉപയോഗിക്കുന്ന ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും മൈക്കും അതൊന്നും വേണ്ട, എല്ലാ സാധനവും സായിപ്പിന്റെ ഔദാര്യമാണെന്ന് നീ ആദ്യം മനസ്സിലാക്കണം. നീ ഇരുന്ന് തൂറുന്ന കക്കൂസ് വരെ സായിപ്പിന്റെ ഔദാര്യമാണെന്ന് നീ മനസ്സിലാക്കണം. എന്നിട്ട് വേണം സായിപ്പിനെ നീ കളിയാക്കുന്നത് കേട്ടോ. നടക്കാത്ത കാര്യമാണ്. അപ്പോൾ യഥാർത്ഥ ഐഡിയൽ ബോഡി ബൾക്ക് ചെയ്യാതിരിക്കുക. യഥാർത്ഥ ബൾക്കിംഗ് കൊണ്ടുള്ള ഗുണം നിനക്കറിയാവോ അരുണേ? നിനക്കറിയാവോ ബൾക്കിംഗ് കൊണ്ട് ജിംനേഷ്യത്തിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്നറിയാം? ബൾക്കിംഗ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ടാവുമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളെ മസിൽ മാസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ബൾക്കിംഗ് കൊണ്ടിട്ട് നമ്മളെ മസിൽ മാസ് അത് നമ്മളെ മസിൽ ബിൽഡ് ചെയ്യുന്നതിനും അതുപോലെ നമ്മളെ പെർഫോമൻസിനെയൊക്കെ അത് ബാധിക്കുന്നതാണ്. അതുപോലെ നമ്മളെ ബോൺ ഡെൻസിറ്റിയൊക്കെ നമുക്ക് നല്ലപോലെ നമുക്ക് ബൾക്ക് കൊണ്ടിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ നമ്മളെ മെറ്റബോളിസം ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ബൾക്കിംഗ് കൊണ്ട് നമ്മളെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യും, നല്ല എൻഹാൻസിങ് പെർഫോമൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. ഇപ്പം ബൾക്കിങ്ങും മസിൽ മാസ് കൂടുമ്പോൾ നമ്മൾ ജിമ്മിൽ ചെന്ന് നല്ല രീതിയിൽ സെറ്റിൽ കളിക്കാനും അതുപോലെ നല്ല വെയിറ്റിൽ ഇൻക്രീസ് ചെയ്ത് കളിക്കാനും അതുപോലെ നല്ല റെപ്പ് കൂട്ടി കളിക്കാനും നല്ല എനർജറ്റിക് ആയിട്ട് വർക്കൗട്ട് ചെയ്യാനും. ഇപ്പം ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരുത്തന് ഒരു 15 കിലോ ഡംബലെ എടുക്കാൻ കഴിയുന്നെങ്കിൽ നല്ല ബൾക്ക് ബോഡി ആയിട്ടിരിക്കുന്ന ഒരു ബൾക്കിങ്ങിലൂടെ അയാൾക്കൊരു 50 kg വരെ അയാൾക്ക് നല്ല രീതിയിൽ വെയിറ്റ് ഇട്ട് അടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഒരു ബൾക്ക് ബോഡിയിൽ വന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളെ കാണും, ഒരു ലീൻ ബോഡി ആയിട്ടുള്ള ഒരാൾ കാണുമ്പോഴത്തേക്ക് അയാൾക്ക് സത്യത്തിൽ അങ്ങനെ ബൾക്കിങ് ചെയ്യാൻ അയാൾക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. കാരണം അത്രയും മസിൽ മാസ് ഒക്കെ കിടക്കുന്നുണ്ട്, അത്രയും വെയിറ്റ് പോകുന്നുണ്ട്, അത്രയും റെപ്സ് പോകുന്നുണ്ട്. അപ്പൊ അത്രയും ജിമ്മിൽ പെർഫോമൻസ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോഴത്തേക്ക് അങ്ങനെ ലീൻ ബോഡിയുള്ള ആൾക്കാർക്ക് ഒരുപാട് ആഗ്രഹമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെയല്ല പറയേണ്ടത്, ഇങ്ങനെയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. അതൊക്കെ ഞാൻ പറയുന്നത് ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ പൊട്ടന്മാരാണ്. ഇത് ഈ ചുമ്മാ ഇരുന്ന് കമന്റ് ഇടുന്ന പോലുള്ള കാര്യമില്ല. ജിമ്മിൽ ചെന്ന് ജിം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ജിം എന്താണ് ജിമ്മെന്നും അതിന്റെ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നും ആദ്യം പോയി മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ യഥാർത്ഥ ഐഡിയൽ ബോഡി ബൾക്ക് ചെയ്യാതിരിക്കുക, യഥാർത്ഥ നാച്ചുറൽ ഹണ്ടർ ഗ്യാദർ ബോഡി ഫോളോ ചെയ്തു പോവുക. ഇപ്പോൾ ഒരുപാട് ലീനായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ബൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ബൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ എടുക്കുന്ന മീൽ ഇപ്പം നോർമലി നിങ്ങൾ 3 നേരമല്ലേ കഴിക്കുന്നത്. അപ്പം 3 നേരം കഴിക്കുന്ന നിങ്ങൾ മീൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുക. അപ്പം അതൊരു 5 to 6 മീലായിട്ട് എടുക്കുക. അപ്പം കലോറി ഡെൻസ് ഫുഡ് അങ്ങനെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇപ്പം നട്ട്സ്, സീഡ്സ് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ കൊടുക്കുക ബോഡിയിൽ. അപ്പം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, കാർബോഹൈഡ്രേറ്റ്, ഹെൽത്തി ഫാറ്റ്, ഇതൊക്കെ നിങ്ങൾ നല്ലോണം ഫോക്കസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബൾക്ക് ചെയ്യും. പക്ഷേ ടൈം എടുക്കും. നല്ലൊരു ലീൻ ബൾക്കിലേക്ക് നമുക്ക് നാച്ചുറലായിട്ട് മസിൽ മാസ് കയറ്റി ബൾക്ക് ചെയ്യണമെങ്കിൽ ടൈം എടുക്കും. അത് പേഷ്യൻസ് ആയിരിക്കണം. അപ്പോൾ കുറച്ച് നിങ്ങളൊന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ലീനായിട്ട് ബൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതുപോലുള്ള പൊട്ടത്തരങ്ങളൊക്കെ കേട്ട് നിങ്ങളെ ഒരു ഫിറ്റ്നസ് ഗോൾ നിങ്ങൾ അവിടെ വെച്ച് നിർത്താൻ പാടില്ല. നിങ്ങൾ എന്താണ് നിങ്ങളെ മൈൻഡിൽ നിങ്ങൾ ഫിറ്റ്നസ് ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്
അതുമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോകും. ഇതുപോലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ, നെഗറ്റീവ് വീഡിയോസ്, ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ എന്താണോ നിങ്ങൾ മുമ്പോട്ട് വെച്ചത് അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ 100% റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നെഗറ്റീവൊക്കെ അവോയ്ഡ് ചെയ്ത് നല്ല പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോവുക. ഇത്രയേ ഉള്ളൂ എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നെഗറ്റീവ് ഇടുന്നവർക്ക് ഇടാം. കാരണം ഞാനിത് ഈ പറഞ്ഞതൊക്കെ വെറും മണ്ടത്തരമാണെന്ന് പറയുന്ന അരുൺ ആർമിയോടാണ് എനിക്ക് പറയാനുള്ളത്. നെഗറ്റീവ് ഇടുന്നെങ്കിൽ ഇട്ടോ കുഴപ്പമില്ല. അതിനിടയ്ക്ക് ആരെങ്കിലും ഒന്ന് ഭയങ്കര തെറിയൊക്കെ വിളിക്കുന്നുണ്ട്. അവർ സ്ഥിരമായിട്ട് ഇത് കമൻറ്റ് ഇടുന്നൊരുത്തനാണ്. എനിക്ക് വേണമെങ്കിൽ അവനെ ബ്ലോക്ക് ചെയ്യാം, പക്ഷെ വേണ്ട, ഇട്ടോട്ടെ. അവൻ്റെ ആഗ്രഹത്തോടെ അവനൊന്ന് തെറി വിളിച്ചോട്ടെ. അവന് മനസ്സിന് സമാധാനം കിട്ടുന്നവരെ അവൻ തെറി വിളിച്ചോട്ടെ. ഞാനത് ഡിലീറ്റ് ചെയ്തതാണ്. ഞാൻ അത്രയും വലിയ തെറിയൊന്നും നമ്മൾ കാണുന്നത് ശരി. അപ്പം അത് കാണും തോറും നമുക്ക് വീണ്ടും അത് നമുക്കൂടെ അങ്ങോട്ട് റിപ്ലൈ കൊടുക്കാൻ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം നെഗറ്റീവ് ഇടുന്നവർക്ക് ഇടാം. പിന്നെ ഫിറ്റ്നസിനെ പറ്റിയിട്ടും ഇതിനൊക്കെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് മെമ്പേഴ്സായി വരുന്നുണ്ട്. അപ്പം അതിൽ നമ്മൾ ഇത് ഫിറ്റ്നസിനെ പറ്റിയിട്ടും ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്ത് ഓപ്പണായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരെ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആണ്. അപ്പം വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജോയിൻ ചെയ്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളവർ ചോദിക്കുക. അപ്പം ഫ്രീ ആയിട്ട് ഞാൻ അതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.